ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും നാളെ ചെയ്യാം, പിന്നീട് ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പിന്നീട് അത് പൈലപ്പ് ആകുമ്പം നമുക്കതൊരു സ്ട്രെസ് കൊണ്ടുവരും, അതുപോലെ തന്നെ ഗിൽറ്റ് കൊണ്ടുവരും. നമുക്കൊരു അയ്യോ ചെയ്യായിരുന്നു, ചെയ്തില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ഗിൽറ്റ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ടാസ്ക് ചെയ്യാനുള്ള കംപ്ലീറ്റ് മൂഡ് നശിക്കുകയാണ് ചെയ്യുന്നുണ്ടാവാം. എനിക്കാണെങ്കിലും ഈ ഒരു പ്രശ്നം വല്ലാതെ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അപ്പം ഇത് എങ്ങനെ ടാക്കിൾ ചെയ്യാം അല്ലെങ്കിൽ ഇത് എങ്ങനെ മാറ്റാം എന്നായിരിക്കും നമ്മൾ ഈ ഒരു ഫുൾ വീഡിയോയിൽ പറയുന്നുണ്ടാവാം. അപ്പം ഫുള്ളായിട്ട് വീഡിയോ കാണാം. ആൻഡ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഹായ് ഹലോ, ഞാൻ ബ്രിങ്കന. ഹാബിറ്റ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 21 days ചലഞ്ച് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ത്രൂ ജസ്റ്റ് ജോയിൻ ചെയ്തിരുന്നാൽ മതി. അതുപോലെ ജേർണൽസ് ഒക്കെ വേണം, ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനും ഓരോ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനൊക്കെ ജേർണൽ വേണമെന്നുണ്ടെങ്കിലും ലിങ്ക് ത്രൂ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഓക്കെ, സോ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ നമ്മൾ ബാക്ക് ടു പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മാറ്റി വെക്കുമ്പോൾ ആ ഒരു പോയിന്റിൽ മാത്രമേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവുള്ളൂ. പിന്നീട് നമുക്ക് ചിന്തിക്കുമ്പോൾ എത്രയോ കാര്യങ്ങൾ വരുമ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും വരുന്നുണ്ടാവാം. അപ്പോൾ ഈ മാറ്റി വെക്കുക എന്നുള്ള രീതിയിലേക്ക് ആ ഒരു തോട്ട് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. പലപ്പോഴും എന്താ ഇപ്പം ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടൊരു ധാരണ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പൊ ഈ ഒരു പ്രശ്നം വരുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞു ടാസ്കുകൾ തൊട്ടിട്ട് വലിയ വലിയ ടാസ്കുകൾ വരെ ചെയ്യാനുണ്ടാവും. ഒരുപാട് ടാസ്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിനിന് തന്നെ അറിയില്ല എന്തൊക്കെയാ ഇപ്പൊ ചെയ്യേണ്ടത്, കുറെ കാര്യം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു ഓവർവെർമിങ് വരെയും നമ്മൾ പലപ്പോഴും ഫോൺ സ്ക്രോൾ ചെയ്യും. അപ്പൊ നമ്മൾ ആ ഒരു ടാസ്ക് സ്കിപ്പ് അടിച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ടെൻഡൻസി ഉണ്ടാവാം. പിന്നീട് നമുക്ക് ആ ടാസ്കുകൾ ഇങ്ങനെ പൈലപ്പ് ചെയ്ത് ബുദ്ധിമുട്ടുകളൊക്കെ വരും, അത് വേറെ സൈഡ്. അപ്പൊ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെക്കുക, ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പേപ്പർ എടുക്കുക. ഇതിൽ കുഞ്ഞു ടാസ്കുകൾ തൊട്ടിട്ട് വലിയ ടാസ്കുകൾ വരെ എന്തൊക്കെയാണോ നമ്മുടെ മൈൻഡിൽ വരുന്നത് ഇതെല്ലാം എഴുതി വെക്കുക. കംപ്ലീറ്റ് ആയിട്ടും പോയിന്റ് ഇട്ടിട്ട് കപ്പ് കഴുകുന്നതാണെങ്കിലും അല്ലെങ്കിൽ നെയിൽ കട്ട് ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ നമ്മുടെ മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ടാസ്ക് ആണ്. അത് ചെറിയ ടാസ്ക് ആണോ വലിയ ടാസ്ക് ആണോ എന്നുള്ളതൊന്നും അവിടെ മെയിൻ ആയിട്ട് വരുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ അതിനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊന്ന് പേപ്പറിലേക്ക് എഴുതി കഴിയുമ്പം നമുക്കൊരു ഐഡിയ കിട്ടും, ഓക്കെ ഇതൊക്കെയാണ് അതിന്റെ ടാസ്കുകൾ. എന്നിട്ട് ഇതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. ഇപ്പൊ 2 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ടാസ്കുകളെ ഒരു സെപ്പറേറ്റ് കാറ്റഗറി ആക്കിയിട്ട് മാറ്റാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടാകും, അത് ഒന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ടാസ്കുകൾക്ക് ഒരു സമയം ഒന്ന് സ്ലോട്ട് ചെയ്ത് കൊടുക്കുക. അതായത് മേ ബി ഇന്ന് ചെയ്യേണ്ടതായിട്ടുള്ളത് ചിലപ്പോൾ 1-2 കാര്യങ്ങളെ ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടിക്കഴിയുമ്പം നമ്മൾ ബ്രെയിൻ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുക. അതിൽ നമ്മൾ ആദ്യം 2 മിനിറ്റിന്റെ ടാസ്കുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആ ഒരു നെക്സ്റ്റ് 1 hourലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു 30 minutesനുള്ളിൽ ഈ എല്ലാ കുഞ്ഞു ടാസ്കുകളും ചെയ്ത് തീർക്കുക. എന്നിട്ട് ഈ മെയിൻ ആയിട്ടുള്ള ടാസ്ക്, ഏർജന്റും ഇമ്പോർട്ടന്റും ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതായിട്ടുള്ള വലിയ ടാസ്കുകളിലേക്ക് നമ്മുടെ ഫോക്കസ് കൊടുക്കുക. ഈ ഒരു വലിയ ടാസ്ക് എടുത്തതിന് ശേഷം അപ്പൊ നമുക്ക് വലിയ ടാസ്ക് എന്ന് കാണുമ്പോൾ തന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ തോട്ട് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു വലിയ ടാസ്കിനെ കുഞ്ഞി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ആക്കിയിട്ട് മാറ്റാം. ഇപ്പൊ നെക്സ്റ്റ് ഒരു 30 minutesൽ മേ ബി എനിക്കൊരു 2 pages കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരുമ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ അച്ചീവ്മെന്റ് കാണും. ഓക്കെ, അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഇത്ര തീർത്തു. നമ്മൾ വെറുതെ ഈ ഫോണിൽ സ്ക്രോൾ ചെയ്യുക അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്ത സമയത്തിനും കാട്ടിലും എപ്പോഴും ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ ആണ് നമ്മൾ 2 page ആണെങ്കിൽ 2 page തീർത്തു എന്നുള്ളൊരു തോട്ട് നമുക്ക് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. അതുപോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു തോന്നലും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്ട്രാക്റ്റഡ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് 5 4 3 2 1 എന്ന് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 1 ആവുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു എനർജി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ടൈം ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇത്രയും ടൈം ആയിരിക്കും ഞാൻ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടാവുക എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ഞാൻ ഈ ഒരു വർക്ക് ചെയ്യും എന്ന് നമ്മൾ ജസ്റ്റ് ചുമ്മാ പ്ലാൻ ചെയ്യുന്നതിനെക്കാട്ടിലും എപ്പോഴും ഇന്ന ടൈമിലായിരിക്കും ഞാൻ ഇത്രയും കാര്യം ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ടൊരു പ്ലാൻ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുകയും നമുക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനും പറ്റുന്നുണ്ടാകും. അതുപോലെ ഇഫ് പോസിബിൾ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറിനെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. നമ്മുടെ പാരന്റ്സ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ അങ്ങനെ, ഇത് ഞാൻ ഇന്ന ടൈമിന് ചെയ്ത് തീർക്കും എന്ന് നമുക്കൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടെങ്കിൽ അവര് ഒന്ന് മോണിറ്റർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ആൻഡ് എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്കിലേക്ക് ഇരിക്കുന്നത് എന്നുള്ളതും ഉറപ്പുവരുത്തുക.
എല്ലാ കാര്യങ്ങളും, അതായത് ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡിസ്ട്രാക്ഷൻസ് വരിക എന്നുള്ളതൊന്നും കൂടെ ഫൈൻഡ് ചെയ്യുന്നതും നല്ല രീതിയിൽ ഹെൽപ്പ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് എനിക്ക് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതും എഴുതി വെക്കാം. ഈ ഡിസ്ട്രാക്ഷൻസ് ഒന്നും എന്നെ നെക്സ്റ്റ് ഒരു 1 അവറിലേക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഈ ഒരു 1 അവർ ഞാൻ കൃത്യമായിട്ടും എൻ്റെ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ച് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം, അതായത് നമ്മുടെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം നമുക്കൊരു റിവാർഡ് കൊടുക്കാം. മേ ബി ഒരു കോഫി ആവാം, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ആവാം, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പുറത്ത് നടക്കാൻ പോയി വരുന്നതാവാം, ഒരു ഫിലിം കാണുന്നതാവാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫോൺ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാവാം. എന്താണെങ്കിലും നമുക്ക് ആ ഒരു റിവാർഡ് കൊടുക്കാം എന്നുള്ള രീതിയിൽ നമുക്കൊരു പ്രോമിസും കൂടെ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റിഫ്ലക്ട് ചെയ്യാം, എന്തൊക്കെയാണ് അന്ന് ചെയ്തിട്ടുള്ളത്, എത്ര കാര്യങ്ങൾ ചെയ്തു, ഓക്കെ എനിക്ക് ഇതൊക്കെ വർക്ക്ഔട്ട് ആയി. എന്തെങ്കിലും പോയിന്റ്സ് ഹെൽപ്ഫുൾ ആയി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റീന്റെ ഭാഗമാവുക. ഫ്രീ ആയിട്ട് സെഷൻസും അതുപോലെ ഡെയിലി ചലഞ്ചസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഗ്രൂപ്പിൽ. അപ്പം ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ബി എ പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. സി യു.